ഹായ് ഗായ്സ്, പത്തരമാറ്റ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ലൊരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ അനാമിക ആകെപ്പാടെ ചമ്മി നാറുന്ന ഒരു എപ്പിസോഡാണ്. ആ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. ദേവയാനിയാണെങ്കിൽ നയനയെ ഓരോ സമയവും ചേർത്ത് നിർത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നയനയ്ക്കും ആ കാര്യങ്ങളൊക്കെ പിടികിട്ടിയിട്ടുണ്ട്. അങ്ങനെ നയന തന്നെയാണ് തൻ്റെ മരുമകളെന്ന് പറയുകയാണ് അനാമികയോട് ദേവയാനി. ആ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നയനയ്ക്ക് മനസ്സിലാവുകയാണ് കേട്ടോ, നന്ദുവിനെ ജാമ്യം കിട്ടാനും ഒരു പ്രധാന കാരണം ദേവയാനി തന്നെയാണ് എന്ന്. മാരാർ വക്കീലിനെ ഏർപ്പാടാക്കിയതൊക്കെ ദേവയാനിയാണെന്ന് മനസ്സിലാവുകയാണ് കേട്ടോ നയനയ്ക്ക്. അതുപോലെ നന്ദു പുറത്തിറങ്ങിയതിൽ ഒരുപാട് സന്തോഷിക്കുന്നുണ്ടെന്നൊക്കെ മനസ്സിലാവുകയാണ്. അങ്ങനെ നയനയ്ക്ക് ഏറെക്കുറെയൊക്കെ ബോധ്യമായിട്ടുണ്ട് അമ്മ തന്നെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം. അന്ന് വയ്യായികയും തലവേദനയും പനിയൊക്കെ അഭിനയിച്ച് കിടന്നപ്പോൾ അമ്മ തൻ്റെ അടുത്ത് വന്നിരുന്ന് നോക്കിയതും അങ്ങനെ ഭക്ഷണം പാകം ചെയ്ത് തരുന്നതും ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കുമ്പം നയനയ്ക്ക് മനസ്സിലാകുന്നുണ്ട് തന്നെ അമ്മ ഇപ്പോൾ സ്നേഹിക്കുന്നുണ്ട്. പുറത്ത് ആരുടെയും മുമ്പിൽ വെച്ച് അതൊന്നും കാണിക്കാത്തതാണെന്നുള്ള കാര്യം. അങ്ങനെ നയന മനസ്സിൽ ചിന്തിക്കുകയാണ്, ഈ കാര്യം കൂടി കണ്ടു കഴിയുമ്പം ശരിക്കും അമ്മ എന്നെ സ്നേഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനൊന്നും ചെയ്യില്ല എന്ന് വിചാരിക്കുകയാണ് കേട്ടോ നയന. അങ്ങനെ നയന ചിന്തിക്കുന്നുണ്ട്, അമ്മ എന്നെ സ്നേഹിക്കുന്നുണ്ട്, അത് കാര്യത്തിൽ ഒരു സംശയമില്ല. പക്ഷെ എന്തുകൊണ്ടായിരിക്കും അമ്മ എന്നെ സ്നേഹിക്കുന്നത്? പെട്ടെന്ന് അമ്മയ്ക്ക് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാവാനായിട്ട് കാര്യം എന്തായിരിക്കും? പുറമെ ഇങ്ങനെ ഗൗരവം കാണിക്കുന്നതും എന്തുകൊണ്ടായിരിക്കും? ഇനി ഞാനാണ് അമ്മയ്ക്ക് കരൾ കൊടുത്തതെന്നുള്ള വിവരം അമ്മ അറിഞ്ഞിട്ടുണ്ടാവുമോ? അക്കാര്യമൊന്ന് അറിയണമല്ലോ. അമ്മ എല്ലാവരെയും നാടകം കളിപ്പിക്കുന്നതാണോ എന്നൊക്കെ വിചാരിച്ച് ദേവയാനിയെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ് നയന. അപ്പോഴാണ് നയന കാണുന്നത് കേട്ടോ, ദേവയാനി ഫോണിൽ നയനയുടെ ഫോട്ടോ എടുത്ത് നോക്കി ഇങ്ങനെ ഇരുന്ന് ചിരിക്കുന്നത്. അപ്പോൾ നയന നോക്കുമ്പോൾ ദേവയാനി ആ പുതിയ ഡിസൈൻ ചെയ്ത മാലയിട്ട നയനയുടെ ഫോട്ടോയിലേക്ക് നോക്കിയാണ് ചിരിച്ചുകൊണ്ടേയിരിക്കുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, മോളെ നീ ഒരു സുന്ദരി തന്നെയാണ്. എനിക്കൊരു മകളില്ലാത്തതിൻ്റെ കുറവ് ഇപ്പം ഞാൻ നിന്നിലൂടെ നികത്തുകയാണ് ചെയ്യുന്നത്. നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, ആദർശിനേക്കാൾ അപ്പുറം ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ പറയാണ്. ഇതൊക്കെ നയന നിന്നിട്ട് കേൾക്കുകയാണ് കേട്ടോ. അപ്പോൾ നയനയ്ക്ക് ഒരു അത്ഭുതം തോന്നുവാണ്. ശരിയാണ്, അമ്മ എൻ്റെ ഫോട്ടോയിൽ നോക്കിക്കൊണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ എന്ന് വിചാരിക്കുകയാണ്. ആ സമയത്താണ് കേട്ടോ ദേവയാനിയുടെ കൂട്ടുകാരി ദേവയാനിയെ വിളിക്കുന്നത്. അപ്പോഴേക്കും ദേവയാനി ഫോൺ എടുത്തിട്ട് ചോദിക്കുന്നുണ്ട്, ആ ഹലോ, എന്താ ദേവയാനി, നിൻ്റെ അസുഖങ്ങളൊക്കെ മാറിയോ എന്ന് കൂട്ടുകാരി ചോദിക്കുകയാണ്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, എല്ലാ അസുഖങ്ങളും മാറി, ഇപ്പം നല്ല സന്തോഷമുണ്ട് എന്ന് പറയാണ്. നീ ഇപ്പം നല്ല തിരക്കിലായിരിക്കും അല്ലേ എന്ന് കൂട്ടുകാരി ചോദിക്കുമ്പോൾ പറയാണ്, അതെ, ഞാനിപ്പം നല്ല തിരക്കിലാണ്. അടുക്കളയിൽ കയറി ഭക്ഷണമൊക്കെ ഉണ്ടാക്കി എൻ്റെ മരുമോക്കും ഓനും ഒക്കെ കൊടുക്കണം, നല്ല നല്ല വിഭവങ്ങളൊക്കെ ഉണ്ടാക്കണം, അതിൻ്റെ തിരക്കിലാണ് ഞാനെന്ന് പറയാണ്. അപ്പോൾ കൂട്ടുകാരി ചോദിക്കുന്നുണ്ട്, ആഹാ, നീ നിൻ്റെ മരുമോളെ സ്നേഹിച്ചു തുടങ്ങിയോ? അന്ന് നീ ആശുപത്രിയിൽ കിടന്നപ്പം ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, നയന നല്ല കുട്ടിയാണ്, ആ കുട്ടിക്ക് നിന്നോട് ഒരുപാട് സ്നേഹമുണ്ട്, നിന്നെ ഒരുപാട് കെയർ ചെയ്യുന്നുണ്ടെന്നൊക്കെ. അപ്പോൾ നീ എന്താ പറഞ്ഞത്? അവളുടെ പേര് പോലും കേൾക്കണ്ടാന്ന്, ആ പേര് കേൾക്കുന്നതിൽ നല്ലത് മരിച്ചു പോകുന്നതാണെന്ന്. എന്നിട്ടിപ്പോൾ എന്തായി? നിന്റെ സ്വഭാവം മാറിയോ എന്ന് ചോദിക്കുമ്പോൾ ദേവയാനി പറയാണ്, മാറി, എനിക്ക് മനസ്സിലായി, എല്ലാ കാര്യങ്ങളും എനിക്ക് മനസ്സിലായി. അവൾ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. എൻ്റെ ജീവൻ പോകാതെ എനിക്ക് കരൾ പകുത്തു തന്നത് എൻ്റെ നയൻ്റെ മോളാണ്. ആ സത്യം ഞാൻ അറിഞ്ഞു. അതറിഞ്ഞു കഴിഞ്ഞപ്പോൾ മുതൽ എൻ്റെ ജീവൻ്റെ ഭാഗമാണ് അവൾ. അവളെ ഞാൻ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്, ഒരുപാട് വെറുത്തിട്ടുണ്ട്. പക്ഷേ ഞാനിപ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്, എൻ്റെ മോനേക്കാളും കൂടുതൽ ഞാൻ സ്നേഹിക്കുന്നത് അവളെയാണ്. പക്ഷേ അവളിതൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ. ആദർശും അതുപോലെ ചേട്ടനും ഒക്കെ എന്നിൽ നിന്ന് ഇത് മറച്ചു വെച്ച് നാടകം കളിക്കുകയായിരുന്നു. ഞാൻ അറിഞ്ഞു കഴിയുമ്പം പെട്ടെന്നുള്ള എൻ്റെ പ്രതികരണം എന്തായിരിക്കുമെന്നോ, അതോ കരൾ ഞാൻ നിരസിച്ചാലോ എന്നൊക്കെ ഓർത്തിട്ടായിരിക്കും ചിലപ്പോൾ അവരങ്ങനെ ചെയ്തത്. എന്നാലും അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് ഞാനും കരുതി. ഇപ്പം ഞാൻ അവരെ കുരങ്ങ് കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ സത്യങ്ങളും ഞാൻ അറിഞ്ഞ് നയനമോക്ക് വേണ്ട സഹായങ്ങളും എല്ലാം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവരാരും എന്നെ അറിഞ്ഞിട്ടില്ല. ഞാൻ പുറത്ത് ഗൗരവം തന്നെയാണ് കാണിക്കുന്നത്. അങ്ങനെ തന്നെയാണ് ഞാൻ അവളെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നതും എന്ന് പറയാണ് ദേവയാനി. അപ്പോൾ കൂട്ടുകാരി പറയുന്നുണ്ട്, എടി, ഇത് എപ്പോഴെങ്കിലും അറിയണ്ടേ? നിൻ്റെ മരുമോളെ മനസ്സ് തുറന്ന് നിനക്ക് സ്നേഹിക്കണ്ടേ? അപ്പോൾ ദേവയാനി പറയാണ്, അറിയണം, എല്ലാവരും ഇതറിയണം.
ഒരു ദിവസം ഞാൻ അവളെ മനസ്സ് തുറന്ന് സ്നേഹിക്കാൻ തുടങ്ങും. ഞങ്ങൾ രണ്ടുപേരും പിന്നെ മറ്റൊന്നാവില്ല, ഒന്നായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അത് നയനെ കേട്ടുകൊണ്ട് നിൽക്കുകയാണ് വാതുക്കൽ. അപ്പോൾ നയനെ ആകെപ്പാടെ ഞെട്ടി വല്ലാത്തൊരവസ്ഥയിലാവുകയാണ് കേട്ടോ. നയനയ്ക്ക് ആകെ ഒരു ഷോക്ക് തന്നെ ആവുകയാണത്. നയന ഒന്നും മിണ്ടാതെ അവിടുന്ന് റൂമിലേക്ക് പോവാണ്. റൂമിൽ ചെന്നിരുന്ന് നയനെ ചിന്തിക്കുന്നുണ്ട്, ആ ദൈവമേ, അമ്മ അമ്മ ഈ സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ടാണല്ലോ എന്നോട് ഈ ഗൗരവം കാണിച്ചത്. എന്നിട്ടും ഒരുപാട് എന്നെ സ്നേഹിച്ചു. ഈ സത്യങ്ങൾ അറിഞ്ഞപ്പോഴായിരിക്കും എന്നെ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വന്നതും. പാവം അമ്മ എല്ലാം മറച്ചു വെച്ചിരിക്കുകയാണ്. അമ്മയെ ഞങ്ങളെല്ലാം കൂടി ഒരു കുരങ്ങ് കളിപ്പിച്ചില്ലേ, അതുപോലെ അമ്മ ഞങ്ങളെയും നാടകം കളിപ്പിക്കുകയാണ് എന്നിങ്ങനെ വിചാരിക്കുകയാണ് കേട്ടോ. അങ്ങനെ സന്തോഷം ഇരട്ടിക്കുകയാണ് നയനയ്ക്ക്. നയന വിചാരിക്കുന്നുണ്ട്, ഇപ്പോൾ ഞാനായിട്ടൊന്നും അമ്മയോട് പറയാൻ പോകുന്നില്ല. മാത്രമല്ല ഇതൊക്കെ ഇപ്പോൾ എല്ലാവരും അറിഞ്ഞാൽ ഇവിടുത്തെ അസൂയക്കൂട്ടങ്ങൾ അവർക്ക് അസൂയ ഉണ്ടായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കും. തൽക്കാലം ഇതെൻ്റെ മനസ്സിൽ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ ആദർശ് വരികയാണ് കേട്ടോ മുറിയിലേക്ക്. ആദർശ് വരുമ്പോൾ നയന സന്തോഷത്തോടെ ആദർശിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ആദർശേട്ടാ, ഞാനൊരു കാര്യം പറയട്ടെ ആദർശേട്ടനോട്. എന്താ എന്താ നയനെ, എന്താ നിനക്കിന്ന് ഇത്ര സന്തോഷം? അതെ, ഞാൻ പറയാൻ വരുന്നത് വേറൊന്നുമല്ല. അമ്മ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ആദർശേട്ടാ. ഞാൻ പല പ്രാവശ്യം പറഞ്ഞില്ലേ ആദർശേട്ടനോട്, അമ്മ പല കാര്യത്തിലും നമ്മളെ കെയർ ചെയ്യുന്നുണ്ടെന്ന്. നന്ദുവിനെ അന്ന് ജാമ്യത്തിലിറക്കാനും മാരാര് വക്കീലിനെ ഏർപ്പാടാക്കിയതൊക്കെ അമ്മയാ. നന്ദു ജാമ്യത്തിലിറങ്ങിയെന്നും ട്രെയിനിങ്ങിന് പോയെന്നും ഒക്കെ അറിഞ്ഞപ്പം അമ്മ ഒരുപാട് സന്തോഷിച്ചു. പണ്ടത്തെ രീതിയാണെങ്കിൽ അമ്മയ്ക്ക് അതൊക്കെ ദേഷ്യമായിരിക്കും. അപ്പം അതുകൊണ്ട് ഞാൻ അമ്മയെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഇന്ന് ഇങ്ങനെ ഒരു സംഭവം നടന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കോള് വന്നതും ഫ്രണ്ടിനോട് പറഞ്ഞ കാര്യങ്ങളും എല്ലാം നയന പറയുകയാണ് ആദർശിനോട്. അപ്പോൾ ആദർശ് പറയാണ്, സത്യമാണോ ഇത്? എന്തായാലും അമ്മ തന്നെ മനസ്സിലാക്കി സ്നേഹിക്കാൻ തുടങ്ങിയല്ലോ. ഇനിയിപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്താണോ വേണ്ടത്? നമ്മളെ എല്ലാവരും സ്നേഹിക്കുന്നുണ്ട്. നമ്മൾ രണ്ടും തമ്മിൽ എന്തുമാത്രം വഴക്കുണ്ടാക്കിയതാ. ഇപ്പം നമ്മൾ തമ്മിൽ ഒന്നായില്ലേ. അമ്മ തന്നെ എന്തുമാത്രം വെറുത്തതാ. ഇപ്പം അമ്മയുടെ മനസ്സിലും താനായി. തനിക്ക് നല്ലതേ വരുള്ളൂ. തൻ്റെ മനസ്സ് അങ്ങനെ തന്നെയാണോ? അതുകൊണ്ട് ഇനി നമുക്ക് നല്ലൊരു ജീവിതത്തിലേക്ക് തന്നെ പോകാം എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസമാണെങ്കിൽ ദേവയാനി അടുക്കളയിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നയനെ അപ്പോൾ പെട്ടെന്ന് അടുക്കളയിലേക്ക് ചെല്ലുകയാണ്. ചെന്നിട്ട് ദേവയാനിയോട് പറയുന്നുണ്ട്, ഞാൻ കയറി എന്തെങ്കിലും ഒന്ന് ചെയ്യട്ടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, വേണ്ട, നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ അടുക്കളയിലൊന്നും വന്ന് ഒന്നും ചെയ്യണ്ടാന്ന്. പിന്നെ നീ എന്തിനു വന്നതാ? എന്തെങ്കിലും ചെയ്തുണ്ടാക്കി വെച്ചിട്ട് അതിൽ വല്ലതൊക്കെ ചേർത്ത് തന്ന് വയറ് കേടാക്കാനാണോ? അപ്പോൾ നയന പറയാണ്, ഞാനിവിടെ ഒരുപാട് നാൾ പാചകം ചെയ്തതാണ്. എല്ലാവരും എൻ്റെ ഭക്ഷണം കഴിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഞാൻ ആർക്കും ഒരു വിഷവും ചേർത്ത് കൊടുത്തിട്ടില്ല എന്ന് പറയാണ്. അപ്പോൾ ദേവയാനി പറയാണ്, അതുകൊണ്ടല്ല, വേണ്ട, ഞാൻ ചെയ്തോളാം ഇവിടുത്തെ കാര്യങ്ങൾ. നീ പോയിക്കോ, നിനക്ക് ഓഫീസിൽ പോകാനുള്ളതല്ലേ, അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്ക് എന്ന് പറയാണ്. അപ്പോൾ നയന പറയുന്നുണ്ട്, അതെ, ഞാൻ ഇന്നൊരു പായസം ഉണ്ടാക്കുന്നുണ്ട്. അതിനു വേണ്ടിയാണ് ഞാൻ വന്നത് എന്ന് പറയാണ്. അപ്പോൾ ദേവയാനി ചോദിക്കുക, അതെന്തിനാ ഇന്നൊരു പായസം? ഇന്ന് ആരുടെയും പിറന്നാളൊന്നും അല്ലല്ലോ, പിന്നെ എന്താ വിശേഷം എന്ന് ചോദിക്കുമ്പം നയന പറയാണ്, ഇന്നൊരു വിശേഷമുണ്ട്. എൻ്റെ മനസ്സിന് നല്ല സന്തോഷം തോന്നുന്ന ഒരു ദിവസമായത്. ഒരുപാട് നാളെ മൂടിക്കിടന്ന കാർമേഘം മാറിപ്പോയ ദിവസം, ഒന്ന് പെയ്തൊഴിഞ്ഞ സുഖമുണ്ട്. അതുകൊണ്ട് ഇന്ന് ഒരു പായസം ഉണ്ടാക്കാൻ തോന്നി. ആദർശേട്ടനും സന്തോഷമാണ്. അതുകൊണ്ട് ആദർശേട്ടനും കൊടുക്കാൻ ഞാൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് കയറി ഒരു പായസം ഉണ്ടാക്കുകയാണ് അടുക്കളയിലെ നയന. ദേവയാനി ഇതൊക്കെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. ദേഷ്യപ്പെട്ടെങ്കിലും നയന ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് കണ്ടിട്ട് ദേവയാനി ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. നയനയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ദേവയാനിയെ നോക്കുന്നുണ്ട്. അങ്ങനെ നയന നോക്കുമ്പം ദേവയാനിയാണെങ്കിൽ മുഖം വെട്ടിച്ചൊക്കെ കളയുകയാണ് കേട്ടോ. അങ്ങനെ നയന പായസമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പോവാണ് കേട്ടോ, ഒരു ബൗളിൽ എടുത്തിട്ട്. അപ്പോഴേക്കും ദേവയാനിയോട് കുടിച്ചോളാനൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ദേവയാനി മനസ്സിൽ വിചാരിക്കുകയാണ്, നയനമോൾ ഉണ്ടാക്കിയ പായസമല്ലേ, ഒരു ശകലം രുചിച്ചു നോക്കാം. അവൾ കാണണ്ട, അവൾ കണ്ടാൽ ഓർക്കും ഞാൻ അവളെ അംഗീകരിച്ചെന്ന്. അതുകൊണ്ട് അത് വേണ്ട, അവൾ കാണാതെ കുറച്ചെടുത്തൊന്ന് ടേസ്റ്റ് ചെയ്യാം. അവളുണ്ടാക്കിയതല്ലേ, നല്ല രുചിയായിരിക്കും. ഒരുപാട് നാളായി അവളുണ്ടാക്കിയ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് എന്ന് വിചാരിച്ച് ദേവയാനി സന്തോഷത്തോടെ കുറച്ച് പായസം എടുത്ത് നയനെ കാണാതെ കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ നയനെ അത് അവിടെ നിന്നിട്ട് കാണുന്നുണ്ട്. നയനയ്ക്ക് വേണ്ടതും അത് തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ
നയന റൂമിലേക്ക് പോയി ആദർശിന് കൊണ്ടുപോയി പായസമൊക്കെ കൊടുത്തിട്ട് ഈ സന്തോഷമൊക്കെ പങ്കുവയ്ക്കുന്നുണ്ട്. ആ സമയത്താണ് നമ്മുടെ കൾച്ചറൽ സൊസൈറ്റിക്കാർ, വിമൻസ് കൾച്ചറൽ സൊസൈറ്റിക്കാർ ഒരു വനിതാ ദിനത്തോടനുബന്ധിച്ച് വനിതകളെ ആദരിക്കുന്ന ഒരു ചടങ്ങ് നടത്താനായിട്ട് തീരുമാനിക്കുന്നത്. ആ ക്ലബിലൊക്കെ ദേവയാനി അംഗമായതുകൊണ്ട് തന്നെ അവർ ദേവയാനിയെ വിളിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, മേഡം ഒരു കാര്യം പറയാനാണ് ഞങ്ങൾ വിളിച്ചത്. വനിതാ ദിനത്തോടൊക്കെ അനുബന്ധിച്ച് നമ്മുടെ വിമൻസ് ക്ലബ്ബ് ഒരു പരിപാടി നടത്തുന്നുണ്ട്. മികച്ച വനിതകളെ തിരഞ്ഞെടുക്കുന്ന ഒരു ചടങ്ങാണ്. പല വിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച കുറച്ച് വനിതകളെ അംഗീകരിക്കുന്ന ഒരു ചടങ്ങാണ് എന്ന് പറയാണ്. അപ്പോൾ ദേവയാനി പറഞ്ഞു, ആഹാ അത് കൊള്ളാമല്ലോ, ഏതൊക്കെ മേഖലകളിലാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അങ്ങനെയൊന്നുമില്ല മേഡം, എല്ലാ മേഖലകളിലും ഉണ്ട്. കല, സാംസ്കാരികം, അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ മേഖലകളിലും കഴിവ് തെളിയിച്ച പ്രഗത്ഭരായിട്ടുള്ള വൈറലായിട്ടുള്ള ആൾക്കാരെ അംഗീകരിക്കുന്ന ഒരു ചടങ്ങാണ്. മേഡം ആ ചടങ്ങിലേക്ക് വരണം. മേഡത്തിന് വേണമെങ്കിൽ ആരെങ്കിലുമൊക്കെ നോമിനേറ്റ് ചെയ്യുകയും ചെയ്യാം എന്ന് പറയണം. അപ്പം ദേവയാനി പറയുന്നുണ്ട്, ഓഹോ അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരാളെ നോമിനേറ്റ് ചെയ്യാം. എൻ്റെ മരുമോള് നയനയെ ഞാൻ നോമിനേറ്റ് ചെയ്യാമെന്ന് പറയാണ്. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, ഓ അത് ശരിയാണ് മേഡം, ഞങ്ങളൊക്കെ അറിഞ്ഞ കാര്യമാണ്. നയനാസ് ഡിസൈൻസ് ഇപ്പോൾ ഭയങ്കര ഫേമസ് ആണ്. ഡിസൈനർ ഓഫ് ദ ഇയർ ആയിട്ട് നയനയെ തന്നെ നമുക്ക് തിരഞ്ഞെടുക്കാം. കാരണം നയനയുടെ പേരിലുള്ള കളക്ഷൻസിനൊക്കെ വമ്പിച്ച ഡിമാൻഡല്ലേ. നേരാണ്, മേഡത്തിൻ്റെ മരുമോളാണല്ലേ എന്ന് പറയാണ്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, എൻ്റെ മരുമോളൊക്കെയാണ്, പക്ഷേ ഞാനാണ് അവളെ നോമിനേറ്റ് ചെയ്തതെന്നുള്ള വിവരം നിങ്ങൾ അവളോട് പറയരുത്. കാരണം അത് അവൾ അറിഞ്ഞാൽ അതെനിക്കൊരു കുറച്ചിലല്ലേ. അത് തന്നെയല്ല മറ്റുള്ളവർ പറയും ഞാൻ റെക്കമെൻഡ് ചെയ്തിട്ടാണെന്ന്. കഴിവും അംഗീകാരവും ഉണ്ടെങ്കിൽ അവളുടെ ഡിസൈനുകളെല്ലാം പരിശോധിച്ചിട്ട് നിങ്ങൾ ആ തീരുമാനം എടുത്താൽ മതി എന്ന് പറയാണ്. അപ്പോൾ അവർ പറയുന്നുണ്ട്, അതൊക്കെ ഞങ്ങൾക്കറിയാം മേഡം, അല്ലെങ്കിലും നയന മേഡം ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു എന്ന് പറയാണ്. അങ്ങനെ ഡിസൈനർ ഓഫ് ദ ഇയർ ആയിട്ട് നയനയെ തിരഞ്ഞെടുക്കുകയാണ്. ആ ചടങ്ങ് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ദേവയാനിയോട് തന്നെ പറയുന്നുണ്ട് കേട്ടോ, ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തണമെന്ന്. അപ്പോൾ ദേവയാനിയുടെ മനസ്സിലുണ്ട്, നയനയ്ക്ക് ഡിസൈനർ ഓഫ് ദ ഇയർ അവാർഡ് ഉണ്ടല്ലോ, അപ്പോൾ അത് കാണാൻ എന്തായാലും ഞാൻ നേരിട്ടെത്തുമെന്നുള്ള വിചാരത്തിലാണ്. അങ്ങനെ ആ വിമൻസ് ക്ലബ്ബുകാർ വിളിക്കുകയാണ് കേട്ടോ നയനയെ. എന്നിട്ട് അറിയിക്കുന്നുണ്ട്, മേഡം ഞങ്ങളുടെ ഒരു പരിപാടി നടക്കുന്നുണ്ട് വനിതാ ദിനത്തോടനുബന്ധിച്ച്. അതിൽ ഡിസൈനർ ഓഫ് ദ ഇയർ ആയിട്ട് മേഡത്തിനെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ആ അവാർഡ് അവിടെ വന്ന് സ്വീകരിക്കണം എന്ന് പറയാണ്. അപ്പോൾ നയന പറയുന്നുണ്ട്, അത്രയ്ക്ക് കഴിവൊക്കെ എനിക്കുണ്ടോ? ഞങ്ങളെല്ലാ മേഖലയിലുള്ളവരെയും ആദരിക്കുന്നുണ്ട്. അപ്പോൾ മേഡത്തിൻ്റെ കഴിവുകൾ തെളിയിക്കപ്പെട്ടതല്ലേ, മേഡത്തിൻ്റെ ഡിസൈനുകൾ വമ്പിച്ച നേട്ടം കൈവച്ചുകൊണ്ടിരിക്കുകയല്ലേ. അതുപോലെ ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെടുന്നുണ്ട്. എല്ലാം ഞങ്ങൾ പരിശോധിച്ചിട്ടാണ് മേഡം എന്ന് പറയാണ്. അപ്പോൾ നയന പറയുന്നുണ്ട്, ശരി ഞാനൊന്ന് അവിടെ എത്താം എന്ന് പറയാണ്. അങ്ങനെ ആ ഫംഗ്ഷൻ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ നയനയ്ക്ക് ഡിസൈനർ ഓഫ് ദ ഇയർ അവാർഡ് ലഭിച്ചു എന്നുള്ള വിവരം അറിയാണ് അനാമികയും ജാനകിയും ജലൈജയും ഒക്കെ. അപ്പോൾ അവർ പറയുന്നുണ്ട്, അനാമിക പറയാണ്, അതെ അവൾക്ക് ഡിസൈനർ ഓഫ് ദ ഇയർ അവാർഡ് വിമൻസ് ക്ലബ്ബുകാരുടെ വകയായിട്ട് എന്ത് ചെയ്യാനാണ്, വിമൻസ് കൾച്ചറൽ സൊസൈറ്റി എന്നൊക്കെ പേരും ഒരു കൾച്ചറില്ലാത്ത പെരുമാറ്റമാണ് അവരുടേത്. എന്ത് കണ്ടിട്ടാണ് അവൾക്കൊക്കെ അവാർഡ് കൊടുക്കുന്നതെന്ന് എനിക്കറിയില്ല. എന്ത് ഡിസൈനാണ് അവൾ ഉണ്ടാക്കിയിരിക്കുന്നതെന്നും അറിയില്ല. ഹോ ഇനിയിപ്പം അത് മതി ഇവിടെ എല്ലാവരും എടുത്ത് നയനയെ തലയെ വെക്കാനായിട്ട്. എന്തായാലും അവളുമാരുടെയൊക്കെ സമയം നല്ല സമയമാണ്. അപ്പോൾ ജലജയും പറയാണ്, ശരിയാണ്, നമ്മളൊക്കെ നടന്നിട്ട് ഇതുവരെ ഒരു അവാർഡ് പോയിട്ട് ഒന്നും കിട്ടിയിട്ടില്ല. അവൾക്ക് എല്ലാ ഭാഗത്തുനിന്നും അംഗീകാരം തന്നെ അംഗീകാരം. മുത്തശ്ശനും മുത്തശ്ശിയും ഇനി നയനയെ ഒന്നുകൂടി എടുത്ത് തലയെ വെക്കും. ആദർശാണെങ്കിലും അതെ, ഇപ്പം ഏടത്തേക്കോ അവളോട് ഭയങ്കര സ്നേഹമാണ് എന്ന് പറയാണ്. അപ്പം ജലജ പറയാണ്, ശരിയാണ്, ടി വിയിലൊക്കെ ന്യൂസ് വരും ഇനി അവളുടെ പടവും വെച്ച്. അന്ന് തന്നെ കണ്ടില്ലേ മാഗസിനിലൊക്കെ അവളുടെ ന്യൂസ് വന്നത്, അതുപോലെ ചാനലുകളിലൊക്കെ വന്നത്. അതുപോലെ ഇനി ഇതും കൊട്ടിക്കോഷിച്ച് പത്രത്തിൻ്റെ മുൻ പേജിലും എല്ലാം വരും. ഇതൊക്കെ നമ്മളും കാണണമല്ലോ എന്ന് പറയാണ്. അപ്പോൾ ജലജ പറയാണ്, വേറൊരു കാര്യം അറിഞ്ഞോ, ഏടത്തി പോകുന്നുണ്ട് ആ ഫംഗ്ഷന്. ഏടത്തിയേയും വിളിച്ചിട്ടുണ്ട് അവർ. അതുകൊണ്ട് തന്നെ ഏടത്തി പോകുന്നുണ്ട്. നേരിട്ട് കാണാമല്ലോ മരുമോൾ അവാർഡ് വാങ്ങിക്കുന്നത്. എന്തായാലും ഏടത്തേക്ക് ഇപ്പോൾ അവളോടൊരു ഭയങ്കര ചായ്വാണ് എന്നൊക്കെ പറയാണ്. അങ്ങനെ അവാർഡ് ഫംഗ്ഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവർ അവാർഡ് അനൗൺസ് ചെയ്യാണ്. അവാർഡ് കൊടുക്കാനായിട്ട് അനന്തപുരിയിലെ അനന്തമൂർത്തീസ് ഗ്രൂപ്പിലെ ദേവയാനിയാണ് വിളിക്കുന്നതെന്ന് പറയാണ്. അങ്ങനെ ദേവയാനി ആ അവാർഡ് വിതരണം ചെയ്യാനായിട്ട് കയറി ചെല്ലുകയാണ്. ദേവയാനി കൂടി പ്രതീക്ഷിക്കാതെയാണ് കേട്ടോ അവർ അനൗൺസ് ചെയ്യുന്നത്. ദേവയാനിക്ക് പിന്നെ അത് നിരസിക്കാനേ പറ്റിയില്ല. നയന കാത്തു നിൽക്കുകയാണ്. അപ്പോൾ ദേവയാനി നയനയെ പൊന്നാടി അണിയിക്കുകയും അവാർഡ് കൊടുക്കുകയും ഒക്കെ ചെയ്യുകയാണ് കേട്ടോ. അപ്പം ഇതെല്ലാം ഫോണിൽ കൂടെ ന്യൂസിൽ കാണുകയാണ് അനാമികയും
ജലജയും ജാനകിയും ഒക്കെ അവർക്കൊക്കെ ആണെങ്കിൽ അസൂയ കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. വേണുവും രേവതിയൊക്കെ ആണെങ്കിൽ ഇത് കണ്ടിട്ടങ്ങ് കണ്ണ് തള്ളി നിൽക്കുകയാണ് കേട്ടോ. നമ്മുടെ ദേവയാനി ആണെങ്കിൽ നയനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുകയാണ്, ചേർത്ത് നിർത്തി ഫോട്ടോ എടുക്കുകയാണ്. അതുപോലെ കണ്ണ് നിറഞ്ഞാണ് ദേവയാനി നയനിക്ക് സമ്മാനം കൊടുക്കുന്നത്. അങ്ങനെ അവിടെ അമ്മായിയമ്മയും മരുമോളും ഒന്നാകുന്ന ആ കാഴ്ച കണ്ട് ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് അനന്തപുരിയിലെ അസൂയ കൂട്ടങ്ങളും വേണുവും രേവതിയും എല്ലാം. അങ്ങനെ അനാമികയ്ക്ക് സഹിക്കാനേ പറ്റുന്നില്ല കേട്ടോ ഇത് കണ്ടിട്ട്. അനാമിക ജാനകിയോട് പറയാണ്, കണ്ടില്ലേ അമ്മേ, ആ മാറ്റം കണ്ടില്ലേ വല്യമ്മയുടെ? ഞാൻ പറഞ്ഞില്ലേ കുറച്ച് നാളായിട്ട് അവർ മാറിയെന്ന്, മരുമോളെ സ്നേഹിക്കാൻ തുടങ്ങിയെന്ന്. ഇപ്പം കണ്ടില്ലേ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് മരുമോളെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് ആ കണ്ണ് നിറയുന്നത് കണ്ടില്ലേ? എന്തോ കാര്യമുണ്ട് ഇതിൽ. അവളെ അവർ സ്നേഹിക്കാൻ തുടങ്ങി, ഇങ്ങ് വരട്ടെ. അപ്പം ഇത്രയും നാളും നമ്മുടെ മുമ്പിൽ അവർ അഭിനയിക്കുമായിരുന്നല്ലേ എന്നൊക്കെ ഇങ്ങനെ അനാമിക പറയാണ്. ആ സമയത്താണ് നമ്മുടെ നയനയും ദേവയാനിയും കൂടി തിരിച്ചെത്തുമ്പം തന്നെ വാതുക്കൽ ദേഷ്യത്തോടെ നിൽക്കുകയാണ് കേട്ടോ ഇവർ 3 പേരും. എന്നിട്ട് വന്ന് കയറുമ്പോഴേ തന്നെ ജലജ പറയുന്നുണ്ട്, അതെ ഏടത്തി ഒന്ന് നിന്നേ, ഒരു കാര്യം ചോദിക്കണം എന്നുണ്ട്. അല്ല എന്താ? അല്ല, ഞങ്ങളിപ്പോൾ കുറച്ച് ന്യൂസ് കണ്ടിരുന്നു, വിമൻസ് ക്ലബ്ബുകാരുടെ അവാർഡ് ദാന ചടങ്ങിൻ്റെ ന്യൂസ്. ഓഹോ, നിങ്ങളും കണ്ടോ? കാണുമെന്ന് അറിയായിരുന്നു. അല്ല, എന്തായിരുന്നു അവിടെ നടന്നത്? നാടകം വല്ലതുമായിരുന്നു നടന്നത്? എന്ത് നാടകമാണ് ജലജെ? എനിക്കെന്തിനാ നാടകം കളിക്കേണ്ട കാര്യം? അല്ല, ഇവളെ ഏടത്തി കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ കൊടുക്കുന്നു, അവാർഡ് കൊടുക്കുന്നു. ഇതൊക്കെ എന്താ ഏടത്തി? ഏടത്തി എങ്ങനെ മാറിപ്പോയി ഇങ്ങനെ? ഓ, അപ്പോൾ സ്വന്തം മരുമകളാണല്ലോ അല്ലേ? അപ്പോൾ അവളെ സ്നേഹിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ദേവേനി പറയാണ്, ജലജെ നിനക്ക് എന്താ വേണ്ടത്? ഞാൻ ഇവക്ക് അവാർഡ് കൊടുത്താണോ പറ്റിപ്പോയത് എന്ന് ചോദിക്കുമ്പം ഉടനെ തന്നെ അനാമിക പറയാണ്, അല്ലാതെ പിന്നെ എന്താ വല്യമ്മ ഇത്രയും നാളും പറഞ്ഞുകൊണ്ടിരുന്നത്? വല്യമ്മയുടെ മരുമോള് ഞാനാണെന്നും ഇവള് വലിഞ്ഞു കയറി വന്നവളാണെന്നും അല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്? അപ്പം എന്നെ പറഞ്ഞ് പറ്റിക്കുകയായിരുന്നല്ലേ? എന്നെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് വല്യമ്മ കാണിച്ചിട്ട് ഇവളെ സപ്പോർട്ട് ചെയ്യായിരുന്നല്ലേ? ഇപ്പം കണ്ടു ഞങ്ങൾ, എല്ലാവരുടെയും മുന്നിൽ വെച്ച് കണ്ണ് നിറയെ ഞങ്ങൾ കണ്ടു. മതിയായി, ഈ അഭിനയം ഇനിയെങ്കിലും നിർത്തിക്കൂടെ? 2 പേരും ഒന്നായല്ലോ, ഇനിയെങ്കിലും ഈ അഭിനയം നിർത്ത് എന്ന് പറയാണ്. അപ്പം ഉടനെ തന്നെ ജാനകിയും പറയാ, ശരിയാ ഏടത്തി കാണിച്ചത് വളരെ മോശമായിപ്പോയി. അവളെ ആ വേദിയിൽ വെച്ച് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് എന്തായിരുന്നപ്പോൾ ഇത്രയും നാളും ഏടത്തി പറഞ്ഞതിൻ്റെ അർത്ഥം? ഏടത്തി ഇങ്ങനെ മാറിപ്പോകുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല. അപ്പോൾ ഉടനെ തന്നെ ദേവയാനി പറയാ, എന്താ ജാനകി, നിനക്ക് അനാമികയെ സ്നേഹിക്കാമെങ്കിൽ എനിക്ക് നയനയെ സ്നേഹിച്ചൂടെ? എൻ്റെ മോൻ ആദർശിൻ്റെ ഭാര്യയല്ലേ ഇവളെ ഞാനല്ലേ സ്നേഹിക്കേണ്ടത്? ഓഹോ, അപ്പം അങ്ങനെയാണല്ലേ കാര്യങ്ങൾ എന്ന് ചോദിക്കുകയാണ് അനാമിക. ഇപ്പം കണ്ടില്ലേ, ഇപ്പം അമ്മയും അപ്പച്ചിയും ഒക്കെ കണ്ടില്ലേ ഇവരുടെ തനി നിറം? ഇവരാരാണെന്ന് ഇപ്പം മനസ്സിലായില്ലേ? അധികാരം കൂടുതലും മൂത്ത മരുമകളെന്ന സ്ഥാനവും അതുപോലെ തന്നെ ഒരുപാട് കാശുണ്ടെന്നുള്ള അഹങ്കാരമാണ് ഈ വല്യമ്മയ്ക്ക്. അതുകൊണ്ടാണ് ഈ പണി കാണിച്ചത്. ഇപ്പം നമ്മളെ എല്ലാവരെയും പറ്റിക്കുവാണെന്ന് മനസ്സിലായില്ലേ? അപ്പോഴേക്കും ദേവയാനി പറയാണ്, ഒന്നടങ്ങനാമികേ, നീ കിടന്ന് ഇത്ര അട്ടഹസിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവൾ എൻ്റെ മരുമകൾ തന്നെയാണ്, എൻ്റെ ആദർശിൻ്റെ ഭാര്യ, ഈ വീട്ടിലെ മൂത്ത മരുമകൾ. അവളെ ഞാൻ അംഗീകരിച്ചു, അവളെ ഞാൻ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും എന്ന് പറയാണ്. അപ്പോഴേക്കും അനാമികയ്ക്ക് പിന്നെ ഒന്നും പറയാനില്ല, ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ഈ എപ്പിസോഡിനൊക്കെ ശേഷം ദേവയാനി പിന്നെ നയനയെ മനസ്സ് തുറന്ന് സ്നേഹിക്കുകയാണ് കേട്ടോ. നയന ഒരു ദിവസം വീട്ടിൽ പോയി മാറി നിന്നാൽ പോലും ദേവയാനിക്ക് കാണാതിരിക്കാതെ വയ്യാതെ അങ്ങോട്ട് പോവുകയാണ് നന്ദാവനത്തിലേക്ക്. ആ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വരാം. വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്